ആശ്വി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് കൊണ്ട് വളരെ പെട്ടെന്നൊരു കട്ട്ലേറ്റ് തയ്യാറാക്കിയാലോ? അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനായി 2 ചെറിയ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. മൈദമാവ് കലക്കെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റാം. ഇത് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി മൈദമാവിലേക്ക് മുക്കിയെടുക്കാം. ഇത് ബ്രെഡ് ക്രംസിലേക്കൊന്ന് മുക്കിയെടുക്കാം. ഇത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.